കേരളം നദികളുടെ നാടാണ്. ഇവിടത്തെ ജീവിതത്തിൻ്റെ ഹൃദയതാളം തന്നെയാണ് നദികൾ. 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള നീരുറവയെയാണ് നദിയായി പരിഗണിക്കുന്നത്. 20,000 ചതുരശ്ര കിലോമീറ്റർ വരെ നീർവാഴ്ച സൃഷ്ടിക്കാൻ പറ്റുന്ന നദികളെ മഹാനദികൾ എന്നു പറയുന്നു. ഈ വിഭാഗത്തിൽ വരുന്ന നദികൾ കേരളത്തിലില്ല. 2,000-നും 20,000 ചതുരശ്ര കിലോമീറ്ററിനും ഇടയിൽ നീർവാഴ്ച സൃഷ്ടിക്കുന്ന നദികളെ ഇടത്തരം നദികൾ എന്നു പറയുന്നു. ഈ വിഭാഗത്തിൽ വരുന്ന നദികളാണ് പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ. 2,000 ചതുരശ്ര കിലോമീറ്റർ വരെ നീർവാഴ്ച സൃഷ്ടിക്കുന്ന നദികൾ ചെറുനദികളായി പരിഗണിക്കാം. കേരളത്തിലെ ഭൂരിപക്ഷം നദികളും ഈ വിഭാഗത്തിൽ വരുന്നവയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. 41 നദികൾ പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾക്കാണ് വേഗത കൂടുതൽ. കേരളത്തെ നദികളുടെ നാട് എന്നു പറയുന്നത് പോലെ കാസർഗോഡിനെ നദികളുടെ ജില്ല എന്നും പറയുന്നു. നദികളെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്നത് പോട്ടമോളജി എന്നാണ്. പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ ദൈർഘ്യം. ഇടുക്കിയിലെ ശിവഗിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച് ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ കടന്നുപോകുന്നു. ആലുവയ്ക്ക് ശേഷം 2 ശാഖകളായി പിരിയുന്നു. മംഗലപ്പുഴ ശാഖ, മാർത്താണ്ഡവർമ്മ ശാഖ. ഇതിൽ മംഗലപ്പുഴ ശാഖ ചാലക്കുടി പുഴയുമായി ചേർന്ന് കൊടുങ്ങല്ലൂർ മുനമ്പത്ത് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. മാർത്താണ്ഡവർമ്മ ശാഖ വരാപ്പുഴയിൽ വെച്ച് വേമ്പനാട്ടു കായലിൽ ലയിക്കുന്നു. കേരളത്തിൻ്റെ ജീവരേഖ എന്നും കേരളത്തിൻ്റെ ജീവനാഡി എന്നും പെരിയാറിനെ പറയാറുണ്ട്. പെരിയാറിൻ്റെ പ്രാചീന നാമം ചൂർണി എന്നായിരുന്നു. ആലുവാപ്പുഴ, കാലടിപ്പുഴ, പൂർണ്ണ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. പൂർണ്ണ എന്ന് പെരിയാറിനെ വിശേഷിപ്പിച്ചത് ശങ്കരാചാര്യരായിരുന്നു. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി, ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി, ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള നദി. ഇതിനെല്ലാം ഒരു ഉത്തരമേയുള്ളൂ: പെരിയാർ. ജലവൈദ്യുത പദ്ധതികൾ: പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ, നേരിയമംഗലം, ലോവർ പെരിയാർ. വന്യജീവി സങ്കേതങ്ങൾ: തേക്കടി, തട്ടേക്കാട്. പെരിയാറിൻ്റെ പോഷക നദികൾ: മുല്ലയാർ, മുതിരപ്പുഴ, പെരുംതുറയാർ, കട്ടപ്പനയാർ, പെരുഞ്ചാൻകുട്ടിയാർ, ചെറുതോണിയാർ, ഇടമലയാർ. പെരിയാറിലേക്ക് ആദ്യം വന്നു ചേരുന്ന നദി മുല്ലയാറാണ്. മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ടായ മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇത് ഇടുക്കി ജില്ലയിലെ പീരുമേട്ട് താലൂക്കിലെ കുമിളി പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2ാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ. പശ്ചിമഘട്ടത്തിലെ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നുത്ഭവിക്കുന്ന നദിക്ക് 209 കിലോമീറ്റർ ദൈർഘ്യമുണ്ട്. കേരളത്തിലെ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഈ നദി ഒഴുകുന്നു. മലപ്പുറം പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു. പേരാർ, കോരയാർ, വരട്ടാർ, വാളയാർ എന്നീ ശുദ്ധ ദ്രാവിഡ നാമങ്ങളും ഭാരതപ്പുഴ, നിള, ഗായത്രി, മംഗലനദി, കുറ്റിപ്പുറം പുഴ, പൊന്നാനിപ്പുഴ എന്നീ പേരുകളിലും ഈ നദി അറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ഗംഗ, കേരളത്തിൻ്റെ നൈൽ, ശോകനാശിനി പുഴ എന്നീ വിശേഷണങ്ങളും ഈ നദിക്കുണ്ട്. ശോകനാശിനി പുഴ എന്ന് ഭാരതപ്പുഴയെ വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരെയാണ്. P കുഞ്ഞിരാമൻ നായരെ നിളയുടെ കവി എന്ന് വിളിക്കുന്നു. ചെറുതുരുത്തിയിലുള്ള കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. 12 വർഷത്തിലൊരിക്കലുള്ള മാമാങ്കം
നടന്നിരുന്ന തിരുനാവായ ഭാരതപ്പുഴയുടെ തീരത്താണ്. ഭാരതപ്പുഴയുടെ പോഷക നദികൾ: കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. പമ്പ കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പ. ശബരിമല ക്ഷേത്ര സാന്നിധ്യം കൊണ്ട് പുണ്യനദിയായി അറിയപ്പെടുന്ന പമ്പയെ ദക്ഷിണ ഭഗീരഥി എന്നും വിളിക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 1650 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീരുമേട്ടിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാ നദി ഉത്ഭവിക്കുന്നത്. പിന്നീടത് പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൂടെ ഒഴുകി അവസാനം വേമ്പനാട്ടു കായലിൽ പതിക്കുന്നു. 176 കിലോമീറ്ററാണ് പമ്പയുടെ ദൈർഘ്യം. പൗരാണിക കാലത്ത് ബാരിസ് എന്ന പേരിലാണ് ഈ നദി അറിയപ്പെട്ടിരുന്നത്. ദക്ഷിണ ഭഗീരഥി, കേരളത്തിൻ്റെ പുണ്യനദി, കേരളത്തിലെ ദക്ഷിണ ഗംഗ, തിരുവിതാംകൂറിൻ്റെ ജീവരേഖ, തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നീ വിശേഷണങ്ങളെല്ലാം ഈ നദിക്കുണ്ട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട്ടിനെയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പമ്പയിലാണ്. ജലോത്സവങ്ങൾക്ക് പ്രസിദ്ധമായ നദിയാണ് പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി എന്നിവ പമ്പയിലാണ് നടക്കാറുള്ളത്. പമ്പയുടെ പോഷക നദികൾ: അച്ചൻ കോവിലാർ, മണിമലയാർ, കല്ലാർ, കക്കിയാർ, വരട്ട. മാരാമൺ ക്രിസ്തീയ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം എന്നിവ പമ്പയുടെ തീരത്താണ് നടക്കുന്നത്. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പയിലാണ്. നദീജന്യ ദ്വീപായ പരുമല ദ്വീപ് ഈ നദിയിലാണ്. ശബരി ഡാം, കക്കാട് ഡാം എന്നിവ പമ്പയിലാണ്. ചാലിയാർ കേരളത്തിലെ നദികളിൽ നീളത്തിൻ്റെ കാര്യത്തിൽ 4ാം സ്ഥാനത്തുള്ള നദിയാണ് ചാലിയാർ. 169 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. തമിഴ്നാട്ടിലെ ഇളമ്പാരി കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി ബേപ്പൂരിൽ അറബിക്കടലിൽ പതിക്കുന്നു. ചൂലിക നദി, നിലമ്പൂർ പുഴ, കല്ലായ് പുഴ, ബേപ്പൂർ പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. മലപ്പുറത്തിൻ്റെ ജീവരേഖ എന്ന വിശേഷണവും ചാലിയാറിനുണ്ട്. പ്രധാന പോഷക നദികൾ: കരിമ്പുഴ, ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കുറുവമ്പുഴ, കുതിരപ്പുഴ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ. നിലമ്പൂർ കാടുകളിൽ നിന്നു വെട്ടുന്ന തടികൾ കോഴിക്കോട് കല്ലായിലുള്ള മില്ലുകളിലേക്ക് എത്തിക്കാൻ ജലപാതയായി ചാലിയാറിനെ ഉപയോഗിച്ചിരുന്നു. ചാലക്കുടി പുഴ കേരളത്തിലെ നദികളുടെ നീളത്തിൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനമാണ് ചാലക്കുടി പുഴയ്ക്കുള്ളത്. 145.5 കിലോമീറ്ററാണ് ഇതിൻ്റെ ദൈർഘ്യം. ആനമല നിരകളുടെ തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. കേരളത്തിലെ തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകുന്നു. എറണാകുളം, തൃശ്ശൂർ ജില്ലകൾക്കിടയ്ക്കുള്ള എളന്തിക്കരയിൽ വെച്ച് പെരിയാർ നദിയിൽ ലയിക്കുകയും പിന്നീട് കൊടുങ്ങല്ലൂർ കായലിൽ ചേരുകയും കൊടുങ്ങല്ലൂർ അഴീക്കോട് അഴിമുഖത്ത് വെച്ച് അറബിക്കടലിൽ ലയിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന പുഴകളിൽ ഒന്നാണ് ചാലക്കുടി പുഴ. മത്സ്യവൈവിധ്യത്തിൻ്റെ കാര്യത്തിലും ചാലക്കുടി പുഴ ഇന്ത്യയിൽ തന്നെ മികച്ചതാണ്. ഈ നദിയിലെ അതിരപ്പള്ളി, വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ പ്രസിദ്ധമാണ്. അപൂർവമായി കാണാറുള്ള ഒരു ഓക്സ്ബോ തടാകം ഈ നദിയിൽ വൈന്തലയ്ക്കടുത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ പെന്നൈ എന്നായിരുന്നു ഈ പുഴ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഈ പുഴയെ ശാലിയാർ എന്നു വിളിച്ചു. അത് പിന്നീട് ചാലിയാറായി. പോഷക നദികൾ: പറമ്പിക്കുളം, കുരിയാങ്കുട്ടി, ഷോളയാർ, കാരപ്പാറ, ആനക്കയം. ചാലക്കുടി പുഴയുടെ തീരത്താണ് സിൽവർ സ്റ്റോം, ഡ്രീം വേൾഡ് വാട്ടർ തീം പാർക്കുകൾ സ്ഥിതി ചെയ്യുന്നത്.
കിഴക്കോട്ടൊഴുകുന്ന നദികൾ. കേരളത്തിലെ 44 നദികളിൽ 3 നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്നും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് ആ നദികൾ. ഈ 3 നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ്. കാവേരിയിലാണ് അവ പതിക്കുന്നത്. കബനി. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് കബനി. കേരളം, കർണാടകം എന്നീ 2 സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു. കബനിയുടെ ആകെ നീളം 240 കിലോമീറ്ററാണ്. കേരളത്തിൽ 56.6 കിലോമീറ്ററാണ് കബനി ഒഴുകുന്നത്. വയനാട്ടിലെ മാനന്തവാടി പുഴയും പനമരം പുഴയും തൊണ്ടാർമുടിയിൽ വെച്ച് സംഗമിച്ചാണ് കബനി നദിയായി തീരുന്നത്. ഇത് കർണാടകയിലെ തിരുമക്കുടൽ നർസീപൂരിൽ വെച്ച് കാവേരിയുമായി ചേരുന്നു. കബനിയുടെ പ്രാചീന നാമം കപില എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ കുറുവ ദ്വീപ് കബനിയിലാണ്. വയനാട്ടിലെ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന നദിയാണ് കബനി. കേരളത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാവേരിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് കബനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നീളം കൂടിയ നദി കബനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ ഡാം. ഇത് വയനാട്ടിലെ പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്താണ്. ഇത് കബനി നദിയിലാണ്. കർണാടകയിലെ നാഗർഹോളെ നാഷണൽ പാർക്കിലൂടെ കടന്നുപോകുന്ന നദിയാണ് കബനി. കേരളത്തിൽ കബനിയുടെ പോഷക നദികൾ മാനന്തവാടി പുഴ, പനമരം പുഴ, നൂൽപ്പുഴ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിൽ കാവേരിയുമായി ചേരുന്ന ഏക നദിയാണ് കബനി. ഭവാനി പുഴ പാലക്കാട് ജില്ലയിലെ നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇത് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകി കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്തു വെച്ച് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നു. തമിഴ്നാട്ടിൽ ഈറോഡിനടുത്തു വെച്ച് കാവേരിയുമായി കൂടിച്ചേരുന്നു. ഭവാനിയുടെ ആകെ ദൈർഘ്യം 217 കിലോമീറ്ററാണ്. കേരളത്തിൽ ഭവാനി പുഴയുടെ ദൈർഘ്യം 37.5 കിലോമീറ്ററാണ്. വരഗാർ, ശിരുവാണി നദി, കുന്തിപ്പുഴ എന്നിവയാണ് ഭവാനിയുടെ പോഷക നദികൾ. പാലക്കാട്ടിലെ അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ശിരുവാണി നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ശിരുവാണി ഡാമിൽ നിന്നാണ് കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നത്. ഭവാനിയിലെ അണക്കെട്ടുകൾ. കേരളത്തിൽ ശിരുവാണി ഡാം, കുന്തിപ്പുഴയിലെ താവളം അണക്കെട്ട്. തമിഴ്നാട്ടിൽ ഭവാനി നദിയിലെ അണക്കെട്ടുകൾ ഭവാനി സാഗർ, കൊടിവേരി ഡാം. പാമ്പാർ. ഇടുക്കി ജില്ലയിലെ ദേവികുളത്ത് ബെൻമൂറിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തമിഴ്നാട്ടിൽ അമരാവതി നദിയുമായി ചേർന്ന് കാവേരിയിലേക്കൊഴുകുന്നു. ആകെ നീളം 31 കിലോമീറ്ററാണ്. കേരളത്തിലൂടെ 25 കിലോമീറ്റർ ഒഴുകുന്നു. അമരാവതി നദി കാവേരിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ്. 282 കിലോമീറ്ററാണ് അമരാവതി നദിയുടെ നീളം. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. ഇരവിക്കുളം, മൈലാടി, തീർത്തമല, ചങ്കലാർ, തേനാർ ഇവയാണ് പാമ്പാറിൻ്റെ ഉപനദികൾ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ കടന്നുപോകുന്ന നദിയാണ് പാമ്പാർ. പാമ്പാറിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടം തൂവാനം ചിന്നാറിനകത്താണ്. പാമ്പാറിൻ്റെ പഴയ പേര് തലയാർ എന്നാണ്. സർപ്പനദി എന്നും ഇതിനെ പറഞ്ഞിരുന്നു. മറയൂർ ചന്ദനക്കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ്. ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. ഇത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയിലാണ്. ബാലപ്പൂണി കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പള കായലിൽ പതിക്കുന്ന നദിയാണ് മഞ്ചേശ്വരം പുഴ. 16 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. നെയ്യാർ പുഴ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ.
അഗസ്ത്യമലയിൽ നിന്നുത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു. 56 കിലോമീറ്ററാണ് നെയ്യാറിൻ്റെ ദൈർഘ്യം. നെയ്യാർ ഡാമും മരക്കുന്നം ദ്വീപും സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്താണ്. കല്ലാർ, കരവലിയാർ നെയ്യാറിൻ്റെ പോഷക നദികളാണ്. കേരളത്തിലെ നദികൾ എന്ന വിഷയത്തിൽ പ്രധാനപ്പെട്ട നദികളെ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു.